നമസ്കാരം. പേപ്പർ നോട്ടുകൾ ഇല്ലാത്തൊരു കാലം വരാൻ പോകുന്നു. അതെ, നിങ്ങളുടെ പോക്കറ്റിലുള്ള 500 രൂപ നോട്ട് ഇനി നിങ്ങളുടെ മൊബൈലിലും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കോ? ഒരു കടയിൽ നിങ്ങൾ 500 രൂപ ഡിജിറ്റൽ നോട്ട് ഉപയോഗിച്ച് അതിൽ 50 രൂപ മാത്രം പേ ചെയ്യുകയാണെങ്കിൽ ബാക്കി 450 രൂപ നിങ്ങൾക്ക് ചില്ലറയായിട്ട് തന്നെ തിരികെ ലഭിക്കും. ഇത് ഗൂഗിൾ പേ അല്ല, ഫോൺ പേ അല്ല, പേടിഎമ്മോ അല്ല. ഇനി ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസി ആണോ? അതും അല്ല. ഇത് നേരിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഡിജിറ്റൽ റുപ്പീസ് അഥവാ ഇ റുപ്പീസ് ആണ്. ഇപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാകും, അപ്പൊ നമ്മുടെ കയ്യിലുള്ള 100 രൂപ നോട്ട്, 200 രൂപ നോട്ട്, 500 രൂപ നോട്ട് ഇതൊക്കെ ഇല്ലാണ്ടാകുമെന്ന്. അല്ലെങ്കിൽ UPI ഇനി വേണ്ടേ? ഇനി ഇതൊക്കെ സുരക്ഷിതമാണോ? അല്ല, ഇതെങ്ങനെ ഉപയോഗിക്കുക? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ റുപ്പീസിനെ കുറിച്ച് ഒരു സാധാരണക്കാരൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു തരാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ രചന. അപ്പൊ ഞാൻ സ്ഥിരമായി എന്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഡിജിറ്റൽ പേയ്മെന്റുകളെ കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടത് എല്ലാം ഒന്ന് മറന്നേക്കൂ. ഭാരതീയ റിസർവ് ബാങ്ക് നമ്മുടെ ഫോണുകൾക്കുള്ളിൽ യഥാർത്ഥ ഔദ്യോഗിക കറൻസി നോട്ടുകൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംവിധാനം രഹസ്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിലേക്ക് നോക്കൂ. ഇത് വെറും ഒരു അക്കങ്ങളോ ബാങ്ക് ബാലൻസോ അല്ല. 2 രൂപ മുതൽ 500 രൂപ വരെയുള്ള യഥാർത്ഥ ഡിജിറ്റൽ പണമാണിത്. ഇതിൽ RBIയുടെ ലോഗോയുണ്ട്, ഗവർണറുടെ ഒപ്പമുണ്ട്, അതുപോലെ ഓരോ നോട്ടിനും പ്രത്യേക ക്രിപ്റ്റോഗ്രാഫിക് സീരിയൽ നമ്പറുമുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ മാജിക് എന്താണെന്നറിയോ? നിങ്ങൾ ഈ ആപ്പ് വഴി ഒരു 50 രൂപയുടെ ബില്ലടയ്ക്കാൻ 500 രൂപയുടെ ഡിജിറ്റൽ നോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 500 രൂപയുടെ നോട്ട് സ്ക്രീനിൽ വെച്ച് തന്നെ തനിയെ ചില്ലറയായിട്ട് മാറും. ബാക്കി 450 രൂപ നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റിലേക്ക്, അതായത് ഡിജിറ്റൽ ചില്ലറയായിട്ട് സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ഇനി നമുക്ക് UPIയുടെ ഒരു കാര്യം പറഞ്ഞാലോ. നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഹോസ്പിറ്റൽ കൗണ്ടറിലോ അല്ലെങ്കിൽ തിരക്കുള്ള പെട്രോൾ പമ്പിലോ അതോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലോ ഒക്കെ നിൽക്കുന്ന സമയത്ത് പൈസ അടച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നതായിട്ട് നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. പേയ്മെന്റ് പ്രോസസിംഗ് ആണെന്ന് കാണിക്കുകയും ചെയ്യും. ഏറ്റവും ലാസ്റ്റ് ഫെയിൽഡ് എന്ന് പറയും. നമ്മുടെ അക്കൗണ്ടിൽ പൈസ പോകുകയും ചെയ്യുന്ന അവർക്ക് കിട്ടിയിട്ടും ഉണ്ടാവില്ല. നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവും അല്ലെ. കടക്കാരൻ നമ്മളെ നോക്കിയിട്ട് ഭയങ്കര ഡൗട്ടിൽ പറയും, സർ പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല, ദയവായിട്ട് ക്യാഷ് തരുമെന്ന് ചോദിക്കും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടും ഉണ്ടാവും. പക്ഷെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും മൊത്തമായിട്ട് അല്ലെ. ഈ സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മുടെ UPI എന്നത് ഒരു അക്കൗണ്ട് ബേസ്ഡ് സിസ്റ്റം ആണ്. അതായത് നിങ്ങളൊരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ സെർവർ വ്യാപാരിയുടെ ബാങ്ക് സെർവറുമായി ബന്ധപ്പെടണം. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് അവിടെ കുടുങ്ങി. എന്നാൽ ഈ രൂപ ഒരു ടോക്കൺ ബേസ്ഡ് സിസ്റ്റം ആണ്. ഇത് ബാങ്കുകളുടെ സെർവറുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും. നിങ്ങൾ ഈ ഡിജിറ്റൽ നോട്ടുകൾ നിങ്ങളുടെ മൊബൈൽ വാലറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണം നിങ്ങൾക്ക് അയക്കുന്നത് ബാങ്ക് വഴിയല്ല, നേരിട്ടാണ്. നമ്മൾ പോക്കറ്റിൽ നിന്നെടുത്ത് പൈസ എടുത്ത് നേരിട്ട് കൊടുക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ബാങ്കിലെ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ പേയ്മെന്റ് ഒരു തടസ്സവും ഇല്ലാതെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സക്സസ് ആവും. സോ UPI ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തലവേദന നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. നിലവിലുള്ള എല്ലാവരുടെയും സംശയമാണ്, ഇത് ക്രിപ്റ്റോ കറൻസി ആണോ അല്ലെങ്കിൽ മറ്റു വല്ലതും ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ ഈ റുപ്പീസിനായി ബ്ലാക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് യാതൊരുവിധ റിസ്കും ഇല്ലാത്തൊരു കാര്യമാണ്. ബിറ്റ്കോയിന്റെ വില ഇന്ന് ലക്ഷങ്ങളാണെങ്കിൽ നാളെ അത് കുത്തനെ ഇടിഞ്ഞേക്കാം. അവിടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ രൂപ എന്ന് പറയുന്ന നമ്മുടെ ഈ റുപ്പീസ് നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തം ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയാണ്. ഇതിനെ CBDC, ദാറ്റ് ഈസ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ് വിളിക്കുന്നത്. ഒരു ഡിജിറ്റൽ രൂപയുടെ മൂല്യം എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഒരു ഫിസിക്കൽ രൂപയ്ക്ക് തുല്യമായിരിക്കും. വില കൂടുകയോ ഇല്ല, കുറയുകയോ ഇല്ല, സേഫും ആണ്. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെയും RBIയുടെയും പൂർണ്ണമായ പിന്തുണയുള്ള 100% സുരക്ഷിതവും നിയമപരവുമായ പണമാണ്. RBI നിലവിൽ SBI, HDFC ബാങ്ക്, ICIC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ 19ലധികം പ്രമുഖ ബാങ്കുകൾ വഴി ഇത് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി 2 മിനിറ്റ് പോലും നമുക്ക് വേണ്ട. നമുക്ക് എങ്ങനെയൊന്ന് നോക്കിയാലോ? ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നിങ്ങളുടെ ബാങ്കിന്റെ പേരിനൊപ്പം ഈ റുപ്പി എന്ന് സെർച്ച് ചെയ്യുക. ഉദാഹരണത്തിന് SBI ആണെങ്കിൽ SBI ഇ റുപ്പി, അല്ലെങ്കിൽ HDFC ആണെങ്കിൽ HDFC ഇ റുപ്പി. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡെവലപ്പർ നിങ്ങളുടെ ഒഫീഷ്യൽ ബാങ്ക് തന്നെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഒരുപാട് വ്യാജ ആപ്പുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കണം. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2, സിം വെരിഫിക്കേഷൻ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള സിം കാർഡ് ഏതാണെന്ന് നോക്കി അത് തിരഞ്ഞെടുത്ത് സുരക്ഷിതമായിട്ടുള്ള, ദാറ്റ് ഈസ് SMS വെരിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ,
അത് ചെയ്തിട്ട് നിങ്ങളത് പൂർത്തിയാക്കുക. ദെൻ സ്റ്റെപ്പ് 3 ദാറ്റ് ഇസ് വാലറ്റ് സുരക്ഷ. നിങ്ങളുടെ ഫോണിലെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് ഉപയോഗിച്ച് വാലറ്റ് നിങ്ങൾ ലോക്ക് ചെയ്യുക. ഒപ്പം ഒരു 6 അക്കമുള്ള സുരക്ഷിത വാലറ്റ് പിന്നും സെറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 4 ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് നമ്മളെങ്ങനെ പൈസ എടുക്കുന്നത് അല്ലേ? സോ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെ അവസാന 6 അക്കങ്ങളും വാലിഡിറ്റി തീയതിയും നൽകിയാണ് അക്കൗണ്ട് സുരക്ഷിതമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. ഒരു ചെറിയ സുരക്ഷ ടിപ്പ് ഞാൻ പറയാം. ആദ്യത്തെ 24 മണിക്കൂർ ഒരു കൂളിംഗ് പീരീഡ് ആയിരിക്കും. സോ അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ പരമാവധി ഒരു 5000 രൂപ വരെ നിങ്ങൾ ഇടപാട് നടത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ. സോ അതിനുശേഷം പരിധി തനിയെ ഇൻക്രീസ് ആവുക ചെയ്യാം. നമ്മളിപ്പോൾ പേടിഎം ഫോൺ പേ ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് അല്ലേ? സെയിം അതുപോലെ തന്നെ. സോ നമുക്കൊരു ലൈവ് ഡെമോ നോക്കിയാലോ, എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ ചില്ലറ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് വാലറ്റിലേക്ക് എങ്ങനെ പൈസ ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതേ കണ്ടോ, ആപ്പിന്റെ ഹോം സ്ക്രീനിലുള്ള ലോഡ് ബാലൻസ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സാധാരണ അക്കങ്ങൾക്ക് പകരം യഥാർത്ഥ നോട്ടുകളുടെ ചിത്രങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2, 5, 10, 20, 50, 100, 200, 500 രൂപയുടെ നോട്ടുകളും കോയിനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് പണം വേണമെങ്കിൽ ആ നോട്ട് സ്ക്രീനിലെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഒരു 500 രൂപയുടെ നോട്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാറി ഡിജിറ്റൽ ടോക്കൺ രൂപത്തിൽ നിങ്ങളുടെ വാലറ്റിലെത്തും. ഓക്കെ, അപ്പൊ പൈസ ലോഡായേ. ഇനി എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത്? ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. കടക്കാരന് പ്രത്യേക റുപ്പീസ് QR കോഡ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ സാധാരണ കടകളിൽ കാണുന്ന ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം തുടങ്ങിയ ഏത് UPI QR കോഡും ഈ ഒരു ഒറ്റ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപയുടെ ഡിജിറ്റൽ നോട്ട് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് 50 രൂപയാണ് കടയിൽ കൊടുക്കേണ്ടത്. നിങ്ങൾ 50 രൂപ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സെൻഡ് ചെയ്യുക. ആപ്പ് തനിയെ ആ നോട്ടിന് മാറ്റും. 50 രൂപ കടക്കാരന് പോകും. ബാക്കി തുക 2 200 നോട്ടുകളും ഒരു 50 നോട്ടുമായിട്ട്, അതായത് ഒരു സ്റ്റാൻഡേർഡ് നോട്ടുകളായിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് തിരികെ വരും. കൊള്ളാം അല്ലെ? സോ കയ്യിൽ നിന്ന് കാശ് എടുത്ത് നമ്മൾ ചില്ലറ ആക്കില്ലേ, അതേപോലെ തന്നെ ഇവിടെ, പക്ഷേ ഡിജിറ്റലി ആണെന്ന് മാത്രം. സോ ഇന്ത്യയിലെ പുതിയ വിപ്ലവത്തിന് 3 വലിയ നേട്ടങ്ങളുണ്ട്. എന്താണെന്നറിയാം, പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ റുപ്പീസിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഇതിന്റെ പിന്നില് ഏറ്റവും വലിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമതായി 100% ബാങ്ക് പ്രൈവസി. നമ്മളിന്ന് UPI വഴി വാങ്ങുന്ന 15 രൂപയുടെ ചായയും 20 രൂപയുടെ ബിസ്ക്കറ്റ് ഒക്കെ ചെറിയ ട്രാൻസാക്ഷൻ ആയിരിക്കും അല്ലെ? ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ വന്ന് ഇങ്ങനെ നിറയും. നമ്മൾ UPI ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണത്. സോ ഭാവിയിൽ ഈ ലോണിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ വലിയ ലിസ്റ്റ് ആയിരിക്കും നമ്മൾ ബാങ്ക് മാനേജറിന് കൊടുക്കുന്നത്. സോ അവർക്കും അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്നാൽ നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ റുപ്പീസിലേക്ക് നിങ്ങൾ വാലറ്റിലേക്ക് പണം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് ചെയ്യുന്ന എമൗണ്ട് മാത്രമേ ബാങ്ക് അറിയുള്ളൂ. പിന്നെ നിങ്ങൾ അത് എങ്ങനെ ചെറിയ എമൗണ്ട് ആക്കി നിങ്ങൾ എവിടേക്ക് ചെലവാക്കി, എങ്ങനെ ചെലവാക്കി എന്നുള്ളത് മനസ്സിലാവില്ല. അതായത് നിങ്ങളുടെ സ്വകാര്യത അവിടെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടും. പിന്നെ മറ്റൊരു കാര്യമാണ്, അതായത് കോടിക്കണക്കിന് രൂപയുടെ ലാഭം. ഇന്ത്യയിൽ പേപ്പർ നോട്ടുകൾ അച്ചടിക്കാനും മഷി വാങ്ങാനും ATMകളിലേക്ക് സുരക്ഷിതമായി പൈസ എത്തിക്കാനും RBI ഓരോ വർഷവും ഏകദേശം ഒരു 4800 മുതൽ 5000 കോടി രൂപ വരെയാണ് ചെലവഴിക്കുന്നത്. സോ ഈ രൂപ വരുന്നതോടുകൂടി ഈ ഒരു വൻ തുക രാജ്യത്തിന് ലാഭിക്കാം. അടുത്തതായി കള്ളനോട്ടുകളുടെ അവസാനം. ഈ രൂപയിലെ ഓരോ ടോക്കണും RBIയുടെ അതീവ സുരക്ഷിതമായ നെറ്റ്വർക്കിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാജൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനോ ഒന്നും ആർക്കും കഴിയില്ല. ഇപ്പൊ കള്ളപ്പണത്തിനും കള്ളനോട്ടുകൾക്കും എതിരെയുള്ള ഏറ്റവും വലിയൊരു ശക്തമായ ആയുധം കൂടിയാണിത്. സോ RBIയുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് എങ്ങനെയുണ്ട്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ഇതിനു മുന്നിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന മറ്റൊരു രസകരമായ മനഃശാസ്ത്രപരമായ വശമുണ്ട്. നമ്മൾ പണ്ട് കയ്യിൽ പണം കൊണ്ട് നടന്നപ്പോൾ പേഴ്സിൽ നിന്ന് പൈസ ഇങ്ങനെ കുറയുന്നത് നമുക്ക് നേരിട്ട് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കില്ല. പകരം അത് വേണ്ട നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കും. പക്ഷെ UPI വന്നതോടുകൂടി നമ്മൾ പൈസ ചെലവാക്കുന്നത് നമ്മൾ തന്നെ അറിയാണ്ടേ അല്ലെ? വെറും അക്കങ്ങൾ മാറുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി സ്കാൻ ചെയ്യും, പൈസ അടയ്ക്കും. സോ അക്കൗണ്ടിൽ ഇൻസഫിഷ്യന്റ് ഞെട്ടിപ്പോവുക. നമ്മൾ ഞെട്ടിപ്പോവുക. സോ ഫിനാൻഷ്യൽ വിദഗ്ധർ പറയുന്നത് ഈ രൂപ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നോട്ടുകൾ സ്ക്രീനിൽ നിന്ന് കുറയുന്നത് നമ്മൾ നേരിട്ട് കാണും. അപ്പൊ പഴയതുപോലെ തന്നെ നമ്മൾ പൈസ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമുക്ക് തിരിച്ചു വരുമെന്നൊക്കെയാണ്. സോ 2016 UPI വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇതൊന്നും ഇന്ത്യയിൽ നടപ്പാകില്ല, ഇവിടെ ക്യാഷ് ആണ് രാജാവെന്നൊക്കെ. പക്ഷേ ഒരു ചെറിയ തട്ടുകടയിൽ പോലും ഇപ്പൊ UPI ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയായി. ആരുടെ കയ്യിലും ലിക്വിഡ് മണി ഇല്ല. ഇതേപോലെ ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ അടുത്തൊരു വലിയ മാറ്റമാണ് ഈ രൂപ. ലോകത്തിലെ 100-ലധികം രാജ്യങ്ങൾ സ്വന്തമായി ഡിജിറ്റൽ കറൻസി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഇതിനകം തന്നെ അത് വിജയകരമായി നടപ്പിലാക്കി മുന്നിൽ നിൽക്കുകയാണ്. സോ നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ കയ്യിലുള്ള 100 രൂപ 500 രൂപ നോട്ടുകൾ നിന്നു പോകുമോ എന്നുള്ളത്. ഇല്ല, പേപ്പർ നോട്ടുകൾ ഇപ്പോഴൊന്നും നിന്നു പോകില്ല, അത് നിലവിലുണ്ടാകും. എന്നാൽ ഡിജിറ്റൽ രൂപ ഒരു പകരക്കാരനായി നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രൂപ നമ്മുടെ ഭാവിയിൽ UPIനെ മറികടന്ന് മുന്നോട്ട് പോവോ, അതോ ഒരുമിച്ച് രണ്ടും കൂടി അങ്ങനെ പോകും, അല്ലെങ്കിൽ ഇത് ഫെയിലിയർ ആവോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സോ അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല,
Be the boss.